ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മാത്തമെറ്റിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അർത്തമെറ്റിക് സീക്വൻസ് ക്ലാസ് 10ലെ അർത്തമെറ്റിക് സീക്വൻസിൻ്റെ ബാക്കി പോർഷനാണ്. സം ആൻഡ് ടേംസ് എന്ന സെക്ഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 അർത്തമെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 30 ആയിട്ട് എടുത്തുകൊണ്ട് 3 അർത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ സം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 4 എന്താണ്? 30 എന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എക്സ് ഉണ്ട് ഇവിടെ? 5 എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 5 എക്സ് പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ 5x പ്ലസ് 10 ഈക്വൽ ടു 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 5x ഈക്വൽ ടു പ്ലസ് 10 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ -10 ആയി മാറും. ദാറ്റ് ഈസ് 5x ഈക്വൽ ടു 20 എന്ന് നമുക്ക് കിട്ടും. 5x ഈക്വൽ ടു 20 എന്ന് കിട്ടും. നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ 5 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പം 20 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 4. നമുക്ക് എക്സ് കിട്ടി 4 ആണെന്ന്. അപ്പോൾ നമ്മൾ അർത്തമെറ്റിക് സീക്വൻസ് ചെയ്തല്ലോ. എക്സ് 4, ഫസ്റ്റ് ടേം 4, അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആൻഡ് തേർഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് 4 പ്ലസ് 2 ഈക്വൽ ടു 6 ആൻഡ് ഫോർത്ത് ടേം എന്ന് പറയുന്നത് 7ഉം ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 8 എന്നും കിട്ടി. ഓക്കെ, നമുക്ക് 3 സീക്വൻസ് ആണ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ടേം എക്സ് എന്നും സെക്കൻഡ് ടേം എക്സ് പ്ലസ് 2, തേർഡ് ടേം എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 6 ആൻഡ് എക്സ് പ്ലസ് 8 എന്നുള്ള സീക്വൻസ് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. പക്ഷേ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വേണം നമുക്ക് കൂടിപ്പോകാം. അപ്പോൾ എഴുതുമ്പം ശ്രദ്ധിക്കണം. ഇനി നമുക്കിവിടെ സമ്മാണ് 13. അപ്പം എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 8 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 30 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 5x, എക്സ് എല്ലാം കൂടെ കൂട്ടപ്പം 5x പ്ലസ് 20 എന്ന് പറയുന്ന 30 എന്ന് കിട്ടും. 20 ഈക്വൽ ടു അപ്പുറത്ത് മൈനസായി മാറും. അപ്പോൾ 5x ഈക്വൽ ടു 10 എന്ന് വരും. അപ്പോൾ എക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 10/5 എന്ന് വരും. 10/5 ഈക്വൽ ടു 2 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2 കിട്ടി. നമ്മൾ അർത്തമെറ്റിക് സീക്വൻസ് ചെയ്താലോ. ഫസ്റ്റ് ടേം 2 എന്ന് വരും, സെക്കൻഡ് ടേം 2 പ്ലസ് 2 4, തേർഡ് ടേം 2 പ്ലസ് 4 6, ഫോർത്ത് ടേം 8 ആൻഡ് ഫിഫ്ത്ത് ടേം 10 എന്ന് കിട്ടി. ഓക്കെ, തേർഡ് സീക്വൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം എക്സ്, സെക്കൻഡ് ടേം എക്സ് പ്ലസ് 3, തേർഡ് ടേം എക്സ് പ്ലസ് 6, ഫോർത്ത് ടേം എക്സ് പ്ലസ് 9 ആൻഡ് ഫിഫ്ത്ത് ടേം എക്സ് പ്ലസ് 2 ഉള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സം എന്ത് തന്നെയാണ്? 30 തന്നെയാണ്. അപ്പോൾ സമ്മ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5x പ്ലസ് 30 ഈക്വൽ ടു 30 എന്ന് കിട്ടും. പ്ലസ് 30 ഈക്വൽ ടു അപ്പുറത്ത് -30 ആവും. അപ്പോൾ 5x ഈക്വൽ ടു 30 - 30 0 എന്ന് കിട്ടും. അപ്പോൾ 5x ഈക്വൽ ടു 0 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ അർത്തമെറ്റിക് സീക്വൻസ് ചെയ്തില്ല. ഫസ്റ്റ് ടേം 0, അപ്പോൾ സെക്കൻഡ് ടേം 0 പ്ലസ് 3 ഈക്വൽ ടു 3, തേർഡ് ടേം 0 പ്ലസ് 6 ഈക്വൽ ടു 6, ഫോർത്ത് ടേം 0 പ്ലസ് 9 ഈക്വൽ ടു 9 ആൻഡ് ഫിഫ്ത്ത് ടേം 12 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് 3 സീക്വൻസും കിട്ടി. ഫസ്റ്റ് സീക്വൻസ് നമുക്ക് കിട്ടുന്നത് 4 5 6 7 8 എന്ന സീക്വൻസും, സെക്കൻഡ് സീക്വൻസ് 2 4 6 8 10 അങ്ങനെ വരുന്ന സീക്വൻസും, തേർഡ് സീക്വൻസ് ആയിട്ട് 0 3 6 9 12 എന്ന സീക്വൻസും കിട്ടി. അതായത് ഈ സീക്വൻസിൻ്റെ 5 ടേംസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? 30 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 1 and the sum of the first 4 terms is 100. Find the first 4 terms. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവയുടെ ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കെങ്കിൽ ആദ്യത്തെ 4 ടേംസ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആൻസറിനായിട്ട് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1. നമുക്ക് എഫ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇഫ് ദി ഫസ്റ്റ് 4 ടേം ഏതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവയുടെ സമ്മ് 100 ആണെന്ന് മാത്രമേ അറിയാവൂ. അപ്പോൾ ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 1 എന്ന് എടുത്തു. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം എഫ് പ്ലസ് ഡി എന്ന് എഴുതാം. തേർഡ് ടേം ഒപ്പം എഫ് പ്ലസ് 2d, ഫോർത്ത് ടേം എഫ് പ്ലസ് 3d. ഈ ടേംസിൻ്റെ ഈ 4 ടേംസിൻ്റെ സമ്മ് എത്രയാണെന്നറിയാം? 100 ആണെന്നറിയാം. അപ്പോൾ എഫ് പ്ലസ് ഡി പ്ലസ് എഫ് പ്ലസ് 2d പ്ലസ് എഫ് പ്ലസ് 3d ഈക്വൽ ടു 100 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എഫ്? 1 2 3 4 4 എഫ് ഉണ്ടല്ലേ. അപ്പോൾ 4f പ്ലസ് 6d, 2d പ്ലസ് 3d പ്ലസ് d ഈക്വൽ ടു 6d ഈക്വൽ ടു 100.
4f plus 6d equal to 100 നിന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2f plus 3d equal to 50 എന്ന് കിട്ടും. നമുക്ക് എഫ് എന്താണെന്നറിയാം, ഫസ്റ്റ് ടേം 1 ആണെന്നറിയാം അല്ലേ. അപ്പോൾ 2 × 1 plus 3d equal to 15. അപ്പോൾ 2 × 1 എന്ത് 2 ആണ്. അപ്പോൾ 2 plus 3d equal to 15 എന്ന് കിട്ടും. 3d equal to plus 2 equal to അപ്പുറത്ത് പോകും -2 ആവും. അപ്പോൾ 50 - 2 that is equal to 48. അപ്പോൾ 3d equal to 48 എന്ന് കിട്ടി. നമുക്ക് d ആണ്, കോമൺ ഡിഫറൻസ് വേണം. അപ്പോൾ d equal to എന്ത് 3 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡായി മാറും. 48 / 3 equal to 16. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്ക് d equal to 16. ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്താന്നല്ലേ ഉള്ളൂ. ഫസ്റ്റ് ടേം എന്താണ്? എഫ് ഈക്വൽ ടു 1 ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 1 ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. ഇനി കോമൺ ഡിഫറൻസ് 60 കൂട്ടുക. ഒന്നിൻ്റെ കൂടെ 60 കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 17 കിട്ടും. 17 കൂടെ 60 കൂട്ടുമ്പോൾ 33, അതിൻ്റെ കൂടെ 60 കൂട്ടുമ്പോൾ 49. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി 1, 17, 34 and 49 എന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ 4 ടേമിൻ്റെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, prove that for any 4 consecutive terms of an arithmetic sequence, the sum of 2 terms on the 2 ends and the sum of 2 terms in the middle are the same എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 4 കോൺസിക്യൂട്ടീവ് ആയുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അവയുടെ എൻഡിൽ വരുന്ന ആദ്യത്തെയും അവസാനത്തെയും വരുന്ന 2 ടേമിൻ്റെ സമ്മും മിഡിലിൽ വരുന്ന 2 ടേമിൻ്റെ സമ്മും എന്താണ്? ഈക്വൽ ആണ്, സെയിം ആണ് എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സീക്വൻസിൻ്റെ 4 ടേം വേണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ സെക്കൻഡ് ടേം എക്സ് പ്ലസ് ഡി, തേർഡ് ടേം എക്സ് പ്ലസ് 2d ആൻഡ് ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d. നമുക്ക് തെളിയിക്കേണ്ടത് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴും സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴും സെയിം ആൻസർ സെയിം ആണ്, ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും മിഡിലുള്ള 2 ടേമും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും എന്താണ്? ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേമിന് നമുക്ക് എക്സ്, സെക്കൻഡ് ടേമിന് എക്സ് പ്ലസ് ഡി, തേർഡ് ടേമിന് എക്സ് പ്ലസ് 2d എന്നും ഫോർത്ത് ടേമിന് എക്സ് പ്ലസ് 3d എന്നും എടുക്കാം. അപ്പം ഫസ്റ്റ് ടേം ഫോർത്ത് ടേം എന്ന് പറയുമ്പോഴത്തേക്കും എക്സും എക്സ് പ്ലസ് 3dയും ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 3d അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3d എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മിഡിൽ 2 ടേമാണ്. മിഡിൽ 2 ടേം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഡിയും എക്സ് പ്ലസ് 2dയും. അപ്പം എക്സ് പ്ലസ് ഡിയും എക്സ് പ്ലസ് 2dയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x പ്ലസ് 3d എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്യുമ്പോഴും മിഡിൽ 2 ടേം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? 2x പ്ലസ് 3d എന്ന് തന്നെ കിട്ടി. അതായത് രണ്ടും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും ഒരു 4 ടേം അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവയുടെ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമിൻ്റെ സമ്മും മിഡിലുള്ള 2 ടേമിൻ്റെ സമ്മും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 100 ആസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ്. അതായത് ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മെന്ന് പറയുന്ന 100 ആവുന്ന 4 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് ഫസ്റ്റ് 4 ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസിനെ നമുക്ക് എക്സ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 ടേമിന് നമുക്ക് എങ്ങനെ എക്സ് മൈനസ് 3d, അടുത്ത ടേം എക്സ് മൈനസ് ഡി ആൻഡ് അടുത്ത ടേം തേർഡ് ടേം എക്സ് പ്ലസ് ഡി ആൻഡ് ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d എന്നും ഞാൻ എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ വേറെ കോമൺ ഡിഫറൻസ് വരുന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നമുക്ക് എക്സ് പ്ലസ് 2d എന്നോ എക്സ് പ്ലസ് 4d എന്നോ എക്സ് പ്ലസ് 6d എന്നിങ്ങനെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഫോം ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എക്സ് മൈനസ് 3d, എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 3d എന്നാണ് ആ 4 ടേം എടുത്തേക്കുന്നത്. ഇവയുടെ സം എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സ് മൈനസ് 3d പ്ലസ് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 3d എന്ന് പറയുന്നത് 100 ആണെന്ന് എടുത്തു. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് എല്ലാം കൂട്ടുമ്പോൾ 4x, മറ്റേത് 3d മൈനസ് ഡി പ്ലസ് ഡി പ്ലസ് 3d എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ 4x ഈക്വൽ ടു 100, എക്സ് ഈക്വൽ ടു 25 എന്ന് നമുക്ക് കിട്ടും.
ഒന്നുകൂടെ പറയാം എന്താണ് ചെയ്തത്. 4 ടേം എടുത്തു. കോമൺ ഡിഫറൻസ് ഒരേപോലെ രീതിക്ക് കോമൺ ഡിഫറൻസ് വരുന്ന രീതിക്ക് 4 ടേം ഞാൻ കൺസിഡർ ചെയ്തു. അവയുടെ സം എന്താണെന്ന് തന്നിട്ടുണ്ട്, 100 ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് x പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 4x എന്ന് കിട്ടും. ഈക്വൽ ടു 100. ബാക്കിയെല്ലാം എന്തായി പോകും, 0 ആയി പോകും. 4x ഈക്വൽ ടു 100, ദാറ്റ് ഈസ് x ഈക്വൽ ടു 25 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെടുത്ത ആ സീക്വൻസിൽ നമുക്ക് എക്സ് കിട്ടി 25 ആണെന്ന്. നമുക്ക് കോമൺ ഡിഫറൻസ് ചെയ്യുക. ഡി ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം. കൊടുക്കുമ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് 22, 24, 26 ആൻഡ് 28 എന്ന് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഡി ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ അടുത്ത് നമുക്ക് ഡി ഈക്വൽ ടു 2 കൊടുക്കാം. നമ്മൾ എടുത്തേക്കുന്ന ആ സീക്വൻസിൽ ഡി 2 കൊടുക്കാം. എക്സ് 25 ആണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സീക്വൻസ് കിട്ടും 19, 23, 27 ആൻഡ് 31 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം, D3 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് 16 എന്നും 22 ആണെന്നും 28 ആൻഡ് 34 എന്ന് നമുക്കിവിടെ ഡി ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അടുത്ത് നമുക്ക് ഡി ഈക്വൽ ടു 4, കോമൺ ഡിഫറൻസ് 4 കൊടുക്കാം. എക്സ് ഈക്വൽ ടു 25. അപ്പോൾ നമ്മളെടുത്ത സീക്വൻസിൽ കൊടുക്കുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് 13, 21, 29 ആൻഡ് 37 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് വേറെ കൊടുത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്കിവിടെ 4 ടേം മതി, അതുകൊണ്ടാണ് നമുക്ക് 4 സീക്വൻസ് മതി, അതുകൊണ്ടാണ് നമ്മൾ കോമൺ ഡിഫറൻസ് 4 വരെ വെച്ച് നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The angles of a pentagon are in arithmetic sequence. Prove that its smallest angle is greater than 36. അതായത് ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് തന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 36-നേക്കാളും വലുതാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരു പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡാണ് ഉള്ളത്. ഒരു പെൻറ്റഗണിൻ്റെ സം ഓഫ് ദി ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 540 ആണ്. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ലെറ്റ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഇൻ ദി പെൻറ്റഗൺ ബി എക്സ് എന്നെടുക്കാം. പെൻറ്റഗണിൻ്റെ ഏറ്റവും ചെറിയ ആംഗിളിൽ നമുക്ക് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം എക്സും സെക്കൻഡ് ടേം അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഡി, തേർഡ് ടേം എക്സ് പ്ലസ് 2d, ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d ആൻഡ് ഫിഫ്ത്ത് ടേം എക്സ് പ്ലസ് 4d എന്ന് എഴുതാം. ഫിഫ്ത്ത് ടേം വരെ എടുക്കാൻ കാരണം 5 ആംഗിൾസ് ആണ് ഒരു പെൻറ്റഗണിനുള്ളത്. ഇനി അവിടെ സം എന്ന് പറയുന്നത് 540, ദാറ്റ് ഈസ് ഈക്വൽ ടു 540 എന്ന് എഴുതി. ഇനി എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 5x ആണ്. 5x പ്ലസ് ഡി പ്ലസ് 2d പ്ലസ് 3d പ്ലസ് 4d ഈക്വൽ ടു 10d എന്ന് എഴുതാം. അപ്പോൾ 5x പ്ലസ് 10d ഈക്വൽ ടു 540 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് 5 ഉണ്ടല്ലേ. 5x പ്ലസ് 10d ഈക്വൽ ടു 540 കോമൺ ആയിട്ട് 5 ഉണ്ട്. അപ്പോൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് പ്ലസ് 2d ഈക്വൽ ടു 108 എന്ന് കിട്ടും. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 36-നേക്കാളും വലുതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് 36 എടുക്കാം. എക്സിന് 36 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 36 പ്ലസ് 2d ഈക്വൽ ടു 108 എന്നാവും. അപ്പോൾ നമ്മുടെ ആൻസർ ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് നമുക്കിവിടെ 36 എന്ന് കിട്ടും. ഇനി നമുക്ക് ആംഗിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ഡി എക്സ് ആണല്ലേ. എക്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താണ് 36 എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ഫസ്റ്റ് ടേം 36 എന്ന് കിട്ടി. സെക്കൻഡ് ടേം എക്സ് പ്ലസ് ഡി, അതായത് 36 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ആൻഡ് തേർഡ് ആംഗിൾ 72 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 108 ആൻഡ് ഫോർത്ത് ആംഗിൾ 108 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 144 ആൻഡ് ഫിഫ്ത്ത് ആംഗിൾ കണ്ടുപിടിക്കാൻ 144 36 കൂട്ടുക. അപ്പോൾ 180 എന്ന് കിട്ടും. നമുക്കറിയാം ഒരു പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ ഒരിക്കലും 180 ആവില്ല. കാരണം എന്താണ്, സം ഓഫ് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും കൂട്ടുമ്പോൾ 180 വരണമെങ്കിൽ ഒരു പെൻറ്റഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ 180 ഒരിക്കലും ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, 180 എന്തല്ല പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് ആംഗിൾ ആയിട്ടുള്ള 36 ആണല്ലേ. അതായത് ദ സ്മോളസ്റ്റ് ആംഗിൾ ഇൻ എ പെൻറ്റഗൺ വിൽ ആൾവേസ് ബി ഗ്രേറ്റർ ദാൻ 36. അതായത് ഒരു പെൻറ്റഗണിൻ്റെ സ്മോളർ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 36-നേക്കാളും വലിയ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ കണക്കിൽ നമുക്ക് പറയാനുള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.